വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. വിജയേട്ടാ, ഈ യുദ്ധം തുടങ്ങിയപ്പോൾ മുതൽ പല ആൾക്കാരും ബ്രിക്സിന്റെ നിലപാട് എന്തായിരിക്കും, ബ്രിക്സ് എന്താണ് ഒരു നിലപാടെടുക്കാത്തത് എന്നുള്ള ചോദ്യങ്ങൾ പല ഭാഗത്തായി ചോദിച്ചു കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇന്ത്യ ഈ കാര്യത്തിൽ ഒരു കുറ്റസമ്മതം പോലെ ഒരു കാര്യം പറഞ്ഞിരിക്കുകയാണ്. രൺധീർ ജയ്സ്വാൾ ആണ് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മുടെ ഈ ബ്രിക്സിലെ അംഗരാജ്യങ്ങൾക്കിടയിലെ വ്യത്യസ്തമായിട്ടുള്ള വീക്ഷണ നിലപാടുകൾ കാരണം പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ഒരു പൊതു നിലപാട് സ്വീകരിക്കുക എന്നുള്ളത് ബ്രിക്സിന് ഇപ്പോൾ അസാധ്യമായി മാറിയിരിക്കുകയാണ് എന്നാണ് കൃത്യമായിട്ട് രൺധീർ ജയ്സ്വാൾ പറഞ്ഞത്. ഞാൻ കുറച്ചുകൂടെ ലഘൂകരിച്ച് പറയാം. അതായത് ബ്രിക്സിനകത്തുള്ള രാജ്യങ്ങൾ തന്നെയാണ് പരസ്പരം തമ്മിലടിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ UAEയും ഇറാനും രണ്ടും ബ്രിക്സിനകത്തുള്ള രാജ്യങ്ങളായതുകൊണ്ട് തന്നെ എന്ത് നിലപാട്, അതായത് മതപരമായിട്ടുള്ള ഒരു പ്രതിസന്ധി എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ പറയാം. മതപരമായിട്ടുള്ള ഒരു പ്രതിസന്ധി ഇതിനകത്ത് നേരിടേണ്ടി വന്നിരിക്കുകയാണെന്നാണ് ന്യൂഡൽഹി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇതിൽ ഇന്ത്യ മാത്രമാണ് എല്ലാ രാജ്യങ്ങളുമായിട്ടും നല്ല ബന്ധം പുലർത്തുന്നത്. അതുകൊണ്ട് ഒരു സമവായം സൃഷ്ടിക്കാൻ ഞങ്ങൾ ഓടി നടക്കുകയാണ് എന്നും രൺധീർ ജയ്സ്വാൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരു രാജ്യത്തിന്റെയും പേര് പരാമർശിക്കാതെ ചില ബ്രിക്സ് അംഗങ്ങൾ സംഘർഷത്തിൽ നേരിട്ട് പങ്കാളികളാണെന്നും ഇത് ഗ്രൂപ്പിനൊരു ഏകീകൃത നിലപാടുണ്ടാക്കുന്നതിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുമാണ് ജയ്സ്വാൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇറാൻ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് തുടങ്ങി മറ്റ് ചില രാജ്യങ്ങളെ ഉൾപ്പെടുത്തി അടുത്തിടെ വികസിപ്പിച്ച ഒരു കൂട്ടായ്മയാണല്ലോ ബ്രിക്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ഫെബ്രുവരി 28-ന് ഇറാനിയൻ ലക്ഷ്യങ്ങളിൽ US, ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തെ തുടർന്ന് UAEക്കും മറ്റ് ഗൾഫ് രാജ്യങ്ങൾക്കുമെതിരെ ഇറാൻ നടത്തിയ പ്രത്യാക്രമണം ഈ ബ്രിക്സിനകത്ത് ചില അസ്വസ്ഥതകൾക്ക് കാരണമായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ബ്രിക്സിലെ നിലവിലെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ഇന്ത്യയാണ്. ഈ അധ്യക്ഷൻ എന്ന നിലയിൽ സംഘർഷത്തിൽ ബ്ലോക്കിന് പൊതുവായ ഒരു നിലപാട് കണ്ടെത്തുന്നതിനുള്ള ഒരു വെല്ലുവിളി ഇന്ത്യയെ വലിയ രീതിയിൽ കുഴയ്ക്കുകയാണ് എന്നാണ് മനസ്സിലാകുന്നത്. റഷ്യയും ചൈനയും എന്തായാലും ഏത് ഭാഗത്താണ് നിൽക്കുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ റഷ്യയും ചൈനയും പറഞ്ഞ് മനസ്സിലാക്കണം, കൂട്ടത്തിൽ UAEയെ അനുനയിപ്പിക്കണം, ഇറാനോട് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം, ഒരു പൊതു നിലപാട് സ്വീകരിക്കുകയും വേണം. ഇത് ബ്രിക്സിൽ ഒരു വിള്ളൽ വീഴ്ത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇത് അമേരിക്ക ഇത് നോക്കി ചിരിക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് ബ്രിക്സ് ഒക്കെ ഇപ്പൊ പൊളിഞ്ഞു പോകും എന്നുള്ള രീതിയിലാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള പല പ്രസ്താവനകളും വരുന്നത്. എന്ത് തോന്നുന്നു? അതിനു മുമ്പ് ഒരു വലിയ വാർത്ത, ഒരു പ്രധാനപ്പെട്ട വാർത്ത കൂടി ഈ അവസരത്തിൽ പറയാനുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ കഴിഞ്ഞ ദിവസം ശ്രീമാൻ ഡൊണാൾഡ് ട്രംപ് എല്ലാ രാജ്യങ്ങളോടും നിങ്ങളുടെ വാർഷിപ്പുകൾ അയക്കൂ, ഹോർമിസ് കടലെടുക്കാൻ പോയി ക്ലിയർ ചെയ്യണമെന്ന് പറഞ്ഞു. ഇന്ന് ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഞങ്ങൾ അയക്കത്തില്ല കപ്പൽ, ഞങ്ങൾക്ക് ആ ഗ്രൂപ്പ് അംഗമാകേണ്ട എന്ന് ഇന്ത്യ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഒരു ഉയർന്ന ശബ്ദമായി തന്നെ കാണണം. കാരണം ഈ ഒരു നിലപാടിനോടൊപ്പം തന്നെ ആയിരിക്കും ചൈനയുടെ നിലപാടും. ചൈനയും മൗനമാണ്, ചൈനയും അയക്കില്ല എന്ന് തന്നെയാണ് ചൈനയും വ്യക്തമാക്കിയിട്ടുള്ളത്. റഷ്യ എന്തായാലും അയക്കാൻ പോകുന്നില്ല. മറ്റുള്ള ബ്രിക്സ് രാജ്യങ്ങൾ, ഇത് ബ്രിക്സിന്റെ ഒരു ഏകീകരണത്തിന്റെ ഒരു പോയിന്റ് ആണ്, ഒരു പോയിന്റ് ഓഫ് വ്യൂ ഇന്ത്യ മുമ്പോട്ട് വെച്ചിരിക്കുന്നത്. ഞങ്ങൾ ഇതിൽ വരില്ല എന്ന് അസന്നിഗ്ധമായി പറയുമ്പോൾ ബ്രിക്സിലെ പുതിയ അംഗങ്ങളാണ് ഇറാനും UAEയും ഒക്കെ. ഇവിടെ ഒരു വലിയ വിഷയം, ഈ രണ്ട് രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകയാണ്, ശത്രുക്കളാണ്. ഇവിടെ ഇപ്പൊ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ഇറാൻ നേരിട്ടാണ് ഈ യുദ്ധത്തിൽ ഒരു പങ്കാളിയായിരിക്കുന്നത്, UAE നേരിട്ടുള്ള പങ്കാളിയല്ല. ഇതിനകത്ത് ഒരു പ്രധാന പ്രശ്നം, UAEയും ഇറാനും തമ്മിലാണ് വിഷയമെങ്കിൽ ഒരുപക്ഷെ ബ്രിക്സിന് വളരെ ഈസി ആയിട്ട് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമായിരുന്നു. അവരെ പറഞ്ഞ് മനസ്സിലാക്കാനും, ഇല്ലെ നരേന്ദ്രമോദിക്ക് തന്നെ അതിനകത്തൊരു ഒരു അപ്പർ ഹാൻഡ് കിട്ടിയാലും സംസാരിച്ച് ശരിയാക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇവിടെ അതല്ല. അമേരിക്ക എന്ന് പറയുന്ന ഒരു രാജ്യമാണ്. അമേരിക്കയുടെ കൂടെ നിൽക്കുന്നത് നാറ്റോ സഖ്യമാണ്, യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് ഇറാൻ. കാരണം ഇറാനെ നമുക്ക് ഈ അവസരത്തിൽ കുറ്റപ്പെടുത്താനും നമുക്ക് കഴിയില്ല. കാരണം അവരുടെ എണ്ണ സംഭരണശാലകൾക്കും അല്ലെങ്കിൽ അവരുടെ കണ്ണായ പ്രദേശങ്ങളിലേക്കും അമേരിക്കയുടെ സഖ്യകക്ഷികളും ഒക്കെ മിഡിൽ ഈസ്റ്റിലെ അവരുടെ സൈനിക താവളം വെച്ചിട്ട് അറ്റാക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായി ഇറാന് പ്രതിരോധിക്കേണ്ടതായി വരും. അവരുടെ പ്രതിരോധമാണ് നമ്മൾ UAE കാണുന്നത്, സൗദിയിൽ കാണുന്നത്, ഖത്തറിൽ കാണുന്നതൊക്കെ അവരുടെ ഒരു പ്രതിരോധം. അതൊരു പബ്ലിക്കായിട്ട് പറയുന്നുണ്ട്, നിങ്ങളെയല്ല ഞങ്ങൾ അറ്റാക്ക് ചെയ്യുന്നത്, പകരം ഞങ്ങൾ UAEയുടെ താവളങ്ങളെയാണ് എന്നവർ വളരെ ക്ലിയർ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. ഈ ഒരു സാഹചര്യമുണ്ട്. അതാണ് ഇപ്പോൾ ബ്രിക്സിനെ കുഴയ്ക്കുന്നത്. അപ്പൊ ബ്രിക്സിന് ഇതിനകത്ത് എന്ത് തീരുമാനം എടുക്കാൻ പറ്റും എന്ന് ചോദിച്ചാൽ, ബ്രിക്സിലെ അംഗരാജ്യങ്ങൾ ഒന്നിച്ച് ഒരു തീരുമാനത്തിലേക്ക് എത്താൻ ഈ വിഷയത്തിൽ കഴിയില്ല. പിന്നെ മറ്റൊരു പ്രശ്നം എന്ന് വെച്ചാൽ, ഇന്ത്യ ഈ 2026 ബ്രിക്സിന്റെ അധ്യക്ഷനാണ്, നരേന്ദ്രമോദിയാണ് അധ്യക്ഷൻ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഈ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇവരുടെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ, നിലവിൽ UAEയും ഇറാനുമായിട്ടുള്ള സംഘർഷം, അതിനൊരു അയവ് വരുത്താൻ ഒരു ശ്രമം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ ബ്രിക്സ് രാജ്യങ്ങൾക്ക്, പ്രത്യേകിച്ച് നരേന്ദ്രമോദിക്കും ഇടപെട്ട് കഴിഞ്ഞാൽ ഇവർ തമ്മിലുള്ള ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റുകൾ ചിലപ്പോൾ നടന്നിരിക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷേ അവിടെയും ഒരു വിഷയമുണ്ട്. UAEയുടെ താവളങ്ങൾ, UAEയിൽ ഈ അമേരിക്കൻ വ്യോമത്താവളമുണ്ട്. അതാണ് മറ്റൊരു പ്രശ്നം.
ഇങ്ങനെ കുറെ കുഴഞ്ഞു പറഞ്ഞ ഒരു വിഷയമാണ് നടക്കുന്നത്. ഇത് ബ്രിക്സിന് ഒരു പൊതു നിലപാട് എടുക്കുക എന്നുള്ളത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വിഷയമാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇത് രണ്ട് ഭൂഖണ്ഡങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ്. അതാണ് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു വിഷയം. കാരണം ഒന്ന് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളായിട്ടാണെങ്കിൽ ഒന്ന് മിഡിൽ ഈസ്റ്റ് കൺട്രീസുമായിട്ടാണുള്ള പ്രശ്നങ്ങളാണ്. ഇവിടെ ഒരു സമവായത്തിൽ എത്തുക എന്നുള്ളത് പ്രയാസകരമാണ്. പക്ഷെ സമവായത്തിന് അപ്പുറത്തേക്ക് ചില നീക്കങ്ങൾ ഈ ബ്രിക്സിന് നടത്താൻ പറ്റും. ബ്രിക്സിന് എന്നല്ല, ഇന്ത്യക്ക് നടത്താൻ കഴിയും. അത് ഇന്നലെ ഈ അമേരിക്കയുടെ തന്നെ ഒരു മുൻ സൈനിക ഉദ്യോഗസ്ഥൻ പറഞ്ഞു, ഇതിനകത്ത് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നെങ്കിൽ നരേന്ദ്രമോദിക്ക് മാത്രമേ ചെയ്യാൻ കഴിയൂ എന്നുള്ളത്. അതായത് ഇതിനകത്ത് അമേരിക്ക ഒഴിച്ചുള്ള രാജ്യങ്ങളുമായി തന്നെ ഒരു നയതന്ത്ര ചർച്ചകൾ ഇന്ത്യ ആരംഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇന്ത്യ അത് പ്രധാനമായിട്ടും നമ്മൾ പബ്ലിക്കലി പറയുന്ന കാര്യം നമ്മുടെ പൗരന്മാർക്ക് വേണ്ടിയിട്ട് നമ്മുടെ എണ്ണക്കപ്പലുകൾ വിടുന്നതിന് വേണ്ടിയിട്ടുമാണ് നമ്മളത് ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പൊ ഇന്ത്യക്ക് ഒരു സ്റ്റാൻഡ് എടുത്ത് മുൻപോട്ട് വെക്കാൻ കഴിയില്ല. യുദ്ധം അവസാനിപ്പിക്കാൻ ഞങ്ങൾ മീഡിയേറ്റർ ആകുന്നു എന്നൊരു സ്റ്റാൻഡ് വെക്കാൻ കഴിയില്ല. കാരണം ഇതിനകത്ത് ഉള്ള ഒരു പാർട്ടി അമേരിക്കയാണ്. അവർക്ക് താല്പര്യം ഉണ്ടാകില്ല ഇന്ത്യ വരുന്നതിനോട്. പകരം ഇന്ത്യക്ക് ചെയ്യാൻ കഴിയുന്നത് ഈ മിഡിൽ ഈസ്റ്റിലുള്ള രാജ്യങ്ങളെ ഒരു സമവായത്തിൽ എത്തിക്കാൻ പറ്റുക എന്നുള്ളതാണ്. നിലവിലത്തെ സാഹചര്യത്തിൽ അതിനുള്ള സാധ്യതകൾ കൂടി വരികയാണ്. കാരണം മിഡിൽ ഈസ്റ്റിലെ പല രാജ്യങ്ങളും ഇപ്പോൾ നടക്കുന്ന ഈ സംഭവ വികാസങ്ങൾ ഒട്ടും തൃപ്തരല്ല എന്നാണ് പുറത്തു വരുന്നത്. കാരണം അമേരിക്കൻ ഡിഫൻസ് സിസ്റ്റങ്ങൾ അവരെ രക്ഷിക്കുന്നില്ല. മറ്റൊന്ന്, അടിക്കടി ഉണ്ടാകുന്ന ആക്രമണങ്ങൾ അവരുടെ സാമ്പത്തിക മേഖലയെ തകരാറിലാക്കുന്നു. അതുകൊണ്ട് ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറുന്നതിനെ കുറിച്ച് സൗദി അമേരിക്കയെ അടുത്ത് പറയുന്നു എന്നാണ് ചില ഇന്റർനാഷണൽ മാധ്യമങ്ങൾ പറയുന്നത്. എത്രയും പെട്ടെന്ന് ഇത് അവസാനിപ്പിച്ചേ മതിയാകൂ എന്ന് സൗദി പറയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. അറബ് കൺട്രീസ് പറയുന്ന കാര്യങ്ങൾ. ആ ഒരു കാര്യത്തിലേക്ക് ഈ ബ്രിക്സ് രാജ്യത്തിന് നിങ്ങൾക്ക് വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ നരേന്ദ്രമോദിക്ക് വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഒരു സമവായം ഉണ്ടാക്കാൻ പറ്റും. അവിടെ ഒരു സമവായം ഉണ്ടാക്കിയാൽ ഉറപ്പായിട്ടും ഈ പറയുന്ന GCC രാജ്യങ്ങൾ അമേരിക്കയോടും സഖ്യകക്ഷികളോടും ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ ഈ യുദ്ധം നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല. അതാണ് ഞാൻ പറഞ്ഞത്, യുദ്ധത്തിൽ പങ്കെടുക്കുന്നവർക്ക് മാത്രമേ ഈ യുദ്ധം തീർക്കാനായിട്ടുള്ള എന്തെങ്കിലും ഒരു ചെറുവിരൽ അനക്കാൻ പറ്റും. പക്ഷെ അതിനുള്ളൊരു വേദി ഒരുക്കാൻ ഇന്ത്യ കണക്കുള്ള രാജ്യങ്ങൾക്ക് കഴിയും, ബ്രിക്സ് കണക്കുള്ള രാജ്യങ്ങൾക്ക് കഴിയും. കാരണം അവർ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ GCC കൺട്രികളോട്, പ്രത്യേകിച്ച് UAE-യോടും ഇറാനോടും ഒക്കെ സംസാരിച്ച് അവരുടെ ഒരു സമവായം ഉണ്ടാക്കുക. ആ സമവായം അവരെ കൊണ്ട് തന്നെ എതിർ കക്ഷികളെടുത്ത് എത്തിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ ട്രംപ് അയയുന്നില്ല, ഇറാനും അയയുന്നില്ല എന്നുള്ളത്. പിന്നെ ട്രംപിന്റെ മുറിവിലും അയയിലും എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഇന്ന് രാവിലെ കാണുന്ന ഒരു മെത്തേഡ് ആയിരിക്കില്ല വൈകിട്ട്. അതുകൊണ്ട് നമുക്ക് നമ്പാനും വിശ്വസിക്കാനും. ഇപ്പൊ പറയുന്നത് 3 ആഴ്ചയോടെ നീണ്ടു നിൽക്കും എന്നൊക്കെയാണ് പുള്ളി പറയുന്നത്. യുദ്ധം ഞാൻ തകർത്ത് കളയും, കൊന്നുകളയും എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് എല്ലാ രാജ്യങ്ങളെയും വിളിക്കുന്നുണ്ട്, വരൂ നമുക്ക് നിങ്ങളുടെ കപ്പലുമായിട്ട് പോകാം, നമുക്ക് ഇവിടെ അടിച്ചൊതുക്കാൻ. ആരും പോയിട്ടൊന്നുമില്ല. ജർമ്മനി പോലും പോകുന്നില്ല. ബ്രിട്ടൻ പറഞ്ഞ് ഞങ്ങൾ ആലോചിക്കുന്നേ ഉള്ളൂ, ഞങ്ങൾ അതിനെക്കുറിച്ചൊന്ന് പഠിക്കട്ടെ എന്നൊക്കെയാണ് അവർ പറയുന്നത്. ആരും ഇല്ല. കാരണം ആരും അവിടെ പോയിട്ട് തലവെക്കാൻ തയ്യാറാകത്തില്ല. കാരണം അത് ചെയ്യുക എന്ന് പറഞ്ഞാൽ എല്ലാ ലോകരാജ്യങ്ങളോട് ഇറാനെ ആക്രമിക്കുന്നതിന് തുല്യമല്ലേ അത്. ഇന്ത്യ വളരെ ക്ലിയർ ആയിട്ട് തന്നെ പറഞ്ഞു, ഇന്ത്യയുടെ പോളിസി ഇന്ത്യ ക്ലിയർ ആയിട്ട് തന്നെ പറഞ്ഞു, ഞങ്ങളില്ല പരിപാടിക്ക്. ഞങ്ങളുടെ പടക്കപ്പലുകൾ അയക്കുന്നുണ്ട്, അത് ഞങ്ങളുടെ ആളുകളെ കൊണ്ടുവരാനും ഞങ്ങളുടെ ചരക്കെത്തിക്കുന്നതിനും വേണ്ടിയിട്ടാണ്. കൂടി തന്നെയാണ് അത് വരുന്നത്. അത് നമ്മളത് വിടുന്നത് ഈ ഒരു കാര്യത്തിനുണ്ട്. പക്ഷെ അപ്പൊ ബ്രിക്സിനകത്ത് വിള്ളലില്ല. അതാണ് ശ്രദ്ധിക്കേണ്ടത്. വാർത്തയിൽ ഒരു പലരും തെറ്റിദ്ധരിക്കാൻ ഇടയാക്കും. ബ്രിക്സിൽ വിള്ളലില്ല. പക്ഷെ ബ്രിക്സിന് മുമ്പിലുള്ള അഴിയാക്കുരുക്കായി നിൽക്കുന്നത് ഈ മിഡിൽ ഈസ്റ്റ് വാറാണ്. അതിന്റെ കാരണമാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. പക്ഷെ അതിനുള്ള നയതന്ത്ര നീക്കം നടത്തുന്നുണ്ട്. കാരണം ഇത് നമ്മളാണ് അധ്യക്ഷൻ, ഇന്ത്യയാണ് അതിന്റെ അധ്യക്ഷ പദവി വഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴൊരു നല്ല ചാൻസും കൂടിയാണിത്. അപ്പൊ നമ്മൾ അതുകൊണ്ടാണ് നിരന്തരമായിട്ട് UAE ഇറാനോട്, എനിക്ക് തോന്നുന്നു 5ാമത്തെ 6ാമത്തെ തവണയാണ് ഓരോ പ്രാവശ്യവും ഈ ജയശങ്കർ ഇറാന്റെ മന്ത്രിയുമായി സംസാരിച്ചതിന് ശേഷം അദ്ദേഹം പോസ്റ്റ് ചെയ്യാറുണ്ട്, ഞങ്ങൾ ഇന്നലെ സംസാരിച്ചിരുന്നു. ഇന്നും അദ്ദേഹം പറയുന്നത് വളരെ സൈലന്റ് ആയിട്ട് ഞങ്ങൾ നടത്തുന്ന ഒരു നയതന്ത്ര നീക്കമാണ്, അത് വിജയം കാണുന്നു എന്നാണ് ഇന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. ജയശങ്കർ ഇന്ന് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. നാഷണൽ മീഡിയാസിലെ പ്രധാന ഹെഡിങ്ങും അതാണ്. അപ്പൊ അത് നടക്കുന്നുണ്ട് കൃത്യമായിട്ട് തന്നെ. UAE-യുമായിട്ടുള്ള സംഭാഷണങ്ങൾ നടക്കുന്നു, മറ്റ് മിഡിൽ ഈസ്റ്റ് കൺട്രീസുമായിട്ട് നടക്കുന്നുണ്ട്. ഒരുപക്ഷെ അതിനകത്ത് ഒരു അയവുണ്ടാകും. അങ്ങനെ അയവുണ്ടായി കഴിഞ്ഞാൽ അത് ബ്രിക്സിന്റെ കൂടി ഒരു വിജയം എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഈ ബ്രിക്സ് രാജ്യങ്ങളെല്ലാം കൂടെ ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് അതിനെ ഒരു സമവായത്തിലേക്ക് എത്തിക്കാൻ നടത്തിയ നീക്കമായി നമുക്ക് അതിനെ വിലയിരുത്താൻ കഴിയും.